ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ തോറ്റുപോകും. സംശയം വേണ്ട. അത് തമ്പുരാട്ടി പറയുന്നത് 100% ശരിയാ. ഞാൻ ഫൈറ്റ് ചെയ്തല്ലേ ഇവിടം വരെ എത്തിയത്. ഈ രാത്രി ഒന്ന് വെളുത്തോട്ടെ. അയ്യോ, കണ്ടോടാ, എനിക്ക് പിറക്കാതെ പോയ മോളാണ് ഈ സൗമ്യ മോള്. സൗമ്യല്ലമ്മേ, രമ്യ. ആ, രമ്യ മോള്. നാളെ നമുക്ക് രണ്ടുപേർ കൂടെ പോയി വാങ്ങിക്കാം. അതൊന്നും വേണ്ട. ആ വക ഔദാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട. രമ്യയുടെ കാര്യം നോക്കിയാ മതി. ഞാൻ മുണ്ടക്കിലമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ, ഞാൻ വാങ്ങിക്കും. എന്തുദ്ദേശത്തിലാ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആ പരിപ്പൊന്നും ഇവിടുത്തെ കലത്തിൽ വേവിക്കാൻ നോക്കണ്ട. ഈ കൊച്ചൊരു സാധനം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് അത് നിങ്ങളായിട്ട് എന്തിനാ അച്ഛാ മുടക്കുന്നത്? ഈ അച്ഛന്നുള്ള വിളിയിട്ട് ഞാൻ അർത്ഥയെ പോലെ ചുരുളുക. രമ്യ, നേരെ ഒരുപാട് വൈകി. രമ്യയുടെ വീട്ടിലേക്ക് പോ. അയ്യോ, എനിക്കിനി ഒറ്റയ്ക്ക് പോകാൻ പേടിയാ രാജു. രാജുവിന്റെ കൂടെ ഒന്ന് വാ, എന്നെ ഒന്ന് കൊണ്ടാക്ക്. ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കല്ലേ, അങ്ങോട്ടും ഒറ്റയ്ക്ക് തന്നെ പോയാ മതി. രാജു, എനിക്ക് പേടിയാ. അതൊക്കെ പേടിയായിട്ടല്ലയോ മോനെ? ഒന്നുകൊണ്ടൊന്ന് വീട്. അയ്യോ, പോരാത്തതിന് അമാവാസിയും കൂടെയാ. അമാവാസിയല്ലേ ഇവിടെ പ്രശ്നം. ഗുണ്ടാ നേതാവ് മുക്കം ബാബു ജയിലിൽ ആടിയിട്ടുണ്ട്. രമ്യ ഒന്ന് കൊണ്ടുവിടടാ. ഒന്ന് ചെല്ലളിയാ. എന്തായാലും അബലയായ ഒരു പെങ്കൊച്ചല്ലേ. ഇതിപ്പോ വലിയ പുലിവാലായാലോ. വാ ചെല്ലേ, ഗേറ്റ് വരെ ഞാനും കൂടെ വരാം. രാജു നിക്ക്. വേഗം വാ, ഓടി ചെല്ലു കൊച്ചി അങ്ങോട്ട്. ഇങ്ങനെ ഓടി എങ്ങനെയാ രാജു? ഞാനും കൂടെ വരണ്ടേ? ഒന്ന് വേഗം വാ. എന്താ മോനെ ഇങ്ങനെ? 1 കിലോമീറ്റർ മുമ്പേ നടന്നാ എവിടെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാ എങ്ങനെ അറിയും? ഇവിടെ ആരെങ്കിലും കെട്ടിയെടുത്തിരുന്നെങ്കിൽ എന്റെ തലവേദന ഒഴിവായിരുന്നു. വാ, ഇനി നമുക്ക് പോവാം. അതിന് നീ എന്റെ കൈ കയറി പിടിച്ചിരിക്കുന്ന എന്തിനാ? ഒരു ധൈര്യത്തിന്. ഞാൻ കൂടെ ഉണ്ടല്ലോ, എന്റെ കൈന്ന് വിടും. അയ്യോ, പാമ്പ്. പാമ്പോ? എവിടെ? ഇവിടെ പാമ്പൂല്ല, ചേമ്പൂല്ല. അയ്യോ, എനിക്ക് തോന്നിയതാ, ഒരു ഉറുമ്പ് കടിച്ചതാ. അത് ശരി, ഇതവളുടെ ഉടായ്പായിരുന്നില്ലേ? ഇവളവനെ കെട്ടിയ ഇവന്റെ കാര്യത്തിലൊരു തീരുമാനവും. എങ്കിലും ഇവളെ ഒട്ടി നിൽക്കുന്നതാ നല്ലത്. 10 പുത്തം വേണമെങ്കിൽ എവള് വിചാരിക്കണം. അതെ, അമാവാസി രാത്രിയാണ്, സൂക്ഷിച്ചു പോണം. ഇടയ്ക്കിടയ്ക്ക് പാമ്പും മരപ്പട്ടിയൊക്കെ വട്ടം ചാടും. അപ്പൊ ടപേന്ന് കെട്ടിപ്പിടിച്ചോളണം.
ശ്ശേ. രാജുവിനെ പോലെ നാണം കുടുങ്ങിക്ക് രമ്യയെ പോലെ തന്റേടിയായ ഒരു പെണ്ണ് വേണം. ഇല്ലെങ്കിലേ ജീവിതം കട്ടപ്പോയാവോ. നീ വരുന്നുണ്ട് രമേ? ഹാ, വരാ രാജു. പൊയ്ക്കോ. അല്ല, ഈ പെരുവഴി കണ്ട സംഭവം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഹലോ, ശ്ശേ. വാ പോയ കോടാലി അളിയന്റെ അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്തോ. ഹാ, പറഞ്ഞുണ്ടാക്കിയ എന്താ? നാളെ നമ്മൾ ഒന്നാവാൻ പോകുന്നവരല്ലേ? ഒന്നാകാനോ? ആ, ഭാര്യ ഭർത്താക്കന്മാർ. നളനും ദമയന്തിയും പോലെ. അയ്യടാ, നളനും ദമയന്തി. ദേ, ഈ വക സംസാരം തുടരാനാണ് ഭാവമെങ്കിൽ ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. വാ. ഈ രാജു എന്തോ ഒരു മൊരടനായി പോയത് ഒട്ടും റൊമാൻറ്റിക് അല്ല. വാ. കുഞ്ഞുനാളിലെ മോള് എന്റെ കൈ കിട്ടേണ്ടതായിരുന്നു. അതിന് ദൈവം അങ്ങനെ ഒരു അവസരം തന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് അകന്നു നിൽക്കേണ്ടി വന്നു. അതൊന്നും ഓർത്തിനെ വിഷമിച്ചിട്ട് കാര്യമില്ല തമ്പുരാട്ടി. എന്തായാലും കുഞ്ഞുമോളെ കൈ കിട്ടിയില്ലേ? അതെ, അവരെ നമ്മളെ കാണരുത്, കണ്ടാ കുഴപ്പമാവും. അമ്മയില്ലെന്നേ. അമ്മയുടെ അത്രയും തന്നെ മുടി മോൾക്കും ഉണ്ട്. ഈ പ്രായത്തില് മോളെ പോലെ തന്നെയാ പത്മ ഇരുന്നത്. അമ്മയും ഞാനും ഒരുപോലെയാണോ അമ്മമ്മ ഇരിക്കുന്നത്? ഒത്തിരി സാമ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നത് വർമ്മ സാറിന്റെ ചായയാ മോൾക്ക് കൂടുതലെന്നാ. അല്ലേ? ആ, പ്രതാപന്റെ ഛായയാ കൂടുതല്. പക്ഷേ നടപ്പും ചില മാനരസങ്ങളും പത്മയെ പോലെ തന്നെയാ. ആ, കേട്ടോ ഭദ്രേ, പറയൂ തമ്പുരാട്ടി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഋതുമോള് കുറച്ചുകൂടി തന്റേടിയ. പക്ഷേ എന്റെ പത്മ വെറും പാവമായിരുന്നു. അതാ ജീവിതത്തിൽ അവള് തോറ്റുപോയത്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതം ഒരു മത്സരക്കളം തന്നെയാ. ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ തോറ്റുപോകും, സംശയം വേണ്ട. അത് തമ്പുരാട്ടി പറയുന്നത് 100% ശരിയാ. ഞാൻ ഫൈറ്റ് ചെയ്തല്ലേ ഇവിടം വരെ എത്തിയത്.